ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എടത്വപ്പള്ളിയിലെ പെരുന്നാളാണ് കേട്ടോ. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ പകലത്തെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പകലത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് രാത്രിയിലെ കേട്ടോ, ലൈറ്റ് സെറ്റിങ്ങും ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണണ്ടേ. അതിന് വേണ്ടി വാ, കമോൺ. അപ്പോഴത്തേ ഞാൻ അതിന് വേണ്ടി പള്ളിക്കകത്തോട്ട് കയറുക കേട്ടോ. പള്ളിക്കകത്തോട്ട് തേണ്ട കയറിയിട്ടുണ്ട്. നല്ല അപാര ലൈറ്റ് സെറ്റിങ് ഈ പ്രാവശ്യത്തെ കേട്ടോ. അപ്പം ഞാൻ ആദ്യം തന്നെ വന്നപ്പോൾ തന്നെ പുണ്യാളിനെ ഒന്ന് തൊഴുതിന് ശേഷം വെളിയിൽ നിന്ന് തന്നെ തൊഴുതിന് ശേഷം എനിക്ക് നേർച്ച ഉണ്ട് കേട്ടോ. ഞാൻ എല്ലാ വർഷവും ചെയ്യുന്ന നേർച്ചയാണ്. അതിന് വേണ്ടി തന്നെ ഞാൻ കട്ട എടുക്കുക കേട്ടോ. കട്ട എടുത്തതിന് ശേഷം ഞാൻ പ്രദക്ഷിണം വെക്കുവാണ്. അപ്പോൾ ഈ കാണുന്ന സ്പീഡിലൊന്നും അല്ല ഞാൻ നടക്കുന്നത് കേട്ടോ. പയ്യെ നമ്മൾ നടക്കുന്നത്. പിന്നെ അത് കാണിച്ച് ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് മാത്രം ഇത്തിരി സ്പീഡ് അവിടെ കൂട്ടി വെച്ചതാണ്. അപ്പോൾ തേണ്ടേ അങ്ങനെ ഞാൻ ഈ പ്രദക്ഷിണം വെക്കുമോ കേട്ടോ. അതിനുവേണ്ടി പ്രദക്ഷിണം വെക്കാനായിട്ട് നമ്മൾ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കേട്ടോ. നമ്മുടെ ഈ കട്ട എടുക്കാനാണേലും അല്ല തന്നെ മുട്ട നീന്താനാണേലും പിന്നെ അതുകൂടാതെ മുത്തിക്കുടയുടെ ആണേലും പിന്നെ ആൾ രൂപമായിട്ട് സർപ്പമായിട്ട് പിന്നെ അരി വറക്കാൻ പിന്നെ കൊഴുക്കട്ട ഉപ്പ് അങ്ങനെ ഒത്തിരി നേർച്ചകളും വഴിപാടുകളും ഉണ്ട് നമുക്കിവിടെ കേട്ടോ. എങ്കിൽ പോലും നമ്മുടെ വഴിപാട് നമ്മൾ ചെയ്തതിന് ശേഷം ഇത് കണ്ടില്ലേ, ഈ ക്യൂ കയറി നിൽക്കുമോ കേട്ടോ. ക്യൂ നിൽക്കുവാണ്. അപ്പം നമുക്ക് രണ്ട് സൈഡിലായിട്ട് ഇവർ ക്യൂ കൊടുത്തേക്കുന്നെങ്കിലും ലൈൻസ് നമുക്ക് രണ്ട് സൈഡിലും അവർ സെറ്റ് ചെയ്തേക്കുന്നത്. പക്ഷേ രണ്ട് സൈഡിലും നല്ല തിരക്കുണ്ട്. ഇത് കണ്ടില്ലേ, ലൈൻസ് പോയേക്കുന്നുണ്ടോ. നമ്മൾ ഹെവി ആയിട്ട് അങ്ങ് നീണ്ട നീളത്തിൽ അങ്ങ് പോയേക്കോ കേട്ടോ. പക്ഷെ അകത്തോട്ട് വരുമ്പോൾ 4 വരിയായിട്ടാണ് വരുന്നത്. 4 വരിയായിട്ട് വരും. പക്ഷെ തള്ളോ തിക്കോ അങ്ങനെയുള്ള ഒന്നുമില്ല കേട്ടോ. നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ പുണ്യാളിനെ തൊഴാനായിട്ട് പറ്റും. അങ്ങനെ ഞാൻ കയറി പുണ്യാളിനെ തൊഴുതു കേട്ടോ. തൊഴുതിട്ട് അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കിനാണ് മാതാവിനെ നമ്മൾ തൊഴാൻ വേണ്ടി പോകും കേട്ടോ. അങ്ങനെ മാതാവിനെ തൊഴാൻ വേണ്ടി തണ്ടേ അങ്ങോട്ട് കയറുക കേട്ടോ. അവിടെയും ഈ പറഞ്ഞ പോലെ തന്നെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ലൈൻസ് ഒന്നും അങ്ങനെയൊന്നും ലൈൻ നിൽക്കണം അല്ല ക്യൂ നിൽക്കാം അങ്ങനെയുള്ള ഇതൊന്നുമില്ല. എല്ലാവർക്കും പോയി മാതാവിനെ പോയി തൊഴുതിന് ശേഷം അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി കേട്ടോ. ഇറങ്ങി തേണ്ടേ നേരെ പിന്നെ നമ്മൾ കയറുന്ന ചിന്തിക്കടയിലോട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ തേണ്ടേ ചിന്തിക്കടയിൽ കയറി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളും കാര്യങ്ങളും ഒക്കെ വാങ്ങി പുറത്ത് വന്ന് തേണ്ട ലൈറ്റ് സെറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ കണ്ട് തിരിച്ച് വീട്ടിലോട്ട് മടങ്ങുമോ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പം എങ്ങനെയാ പോട്ടെ, ടാറ്റാ, ഓക്കെ, ബൈ.